ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. തൂത്തുക്കുടി ഡിസ്ട്രിക്ട്. അങ്ങനെ ഞാനിപ്പോൾ തൂത്തുക്കുടിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. നല്ല ഭംഗിയുള്ള ഗ്രാമം. അങ്ങനെ അവിടെ ഒരു അമ്മയുടെ ചെറിയൊരു തട്ടുകട കണ്ടു. അങ്ങനെ അവിടെ കയറി എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിക്കാം. എന്താ ഉള്ളതെന്ന് ചോദിച്ചു നോക്കാം. വാ. എന്നൊരു இட்லி இருக்கு, பூரி 2 தான் இருக்கு. பூரி வைக்கணுமா? பூரி வைக்கணுமா? சரிங்க, பார்க்கலாம். எந்த ஊர்ல இருந்து வராமா? நான் இங்கே கன்னியாகுமரியில இருந்து வந்திருக்கேன் சைக்கிளில். இப்போ எந்த ஊருக்கு போயிருக்க? நான் இப்படியே சுற்றி பார்க்கலான்னு உங்களோட ஊரெல்லாம். ஊரெல்லாம் சுற்றி பார்க்கறது சைக்கிள்லேயே வா. எத்தனை நாள் ஆகுது நீ சுற்றி பார்க்கறதுக்கு? ஒரு கொஞ்ச நாளா. சைக்கிள்லேயே வந்துடலாமா? போதும். கடை வைக்கணுமா ஐயா? பூரி எந்த வடை? கற்படை. வைங்க. இட்லி. சரிம்மா வரேன். சரிம்மா. അങ്ങനെ ഇഡ്ഡലിയും പൂരിയും വടയും കഴിച്ചു. വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. നല്ലൊരു കൊച്ചു ഗ്രാമം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടുന്ന് സൈക്കിളുമായി മുന്നോട്ട് വന്നു. ഇത് തെരിക്കാട് എന്ന ഗ്രാമത്തിലോട്ട് പോകുന്ന വഴി. പക്ഷേ ഇവിടെ ഒരു മനുഷ്യരുമില്ല, ആരെയും കാണുന്നില്ല. ഇതാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലുള്ള തെരിക്കാട് എന്നൊരു ഗ്രാമത്തിലെ ചുവന്ന മരുഭൂമി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. റെഡ് സാൻഡ് ഡെസേർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ റെഡ് സാൻഡ് ഡെസേർട്ട് എന്ന് അറിയപ്പെടുന്ന ഒരു ചെറിയൊരു സ്ഥലം. ഇവിടെ കാണുന്ന മണലൊക്കെയും ചുവന്ന കളറായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ റെഡ് സാൻഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്. നല്ല കടും ചുവപ്പ്, നല്ല കശ്മീരി മുളക് പൊടി പോലെ ഉണ്ട്. നോക്കിയേ, കാണാൻ നല്ല രസമല്ലേ. ഇവിടെ ഇതുപോലെ പനമരങ്ങളും അതുപോലെ കാണുന്ന ചില കള്ളിച്ചെടികളും മാത്രമാണ് അത്ര ഇവിടെ വളരുന്നത്. മരുഭൂമിയിലൊക്കെ കാണപ്പെടുന്ന പോലത്തെ ഓരോരോ കള്ളിച്ചെടികൾ നോക്കിയാൽ ഇത്ര വലുതാന്ന്. ഭയങ്കര വലുതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര വലിയ കള്ളിച്ചെടിയെ. രണ്ട് ഭാഗത്തുണ്ട് നോക്കിയേ. അങ്ങനെ രണ്ട് വശത്തും കാടുള്ള ഒരു സ്ഥലം. ഓക്കെ, അകത്തോട്ട് നോക്കുന്തോറും ഇതുപോലത്തെ ചെറിയ തൈകൾ, വലിയ മരങ്ങളൊന്നുമില്ല, എന്നാലും വലിയൊരു കാടാണ്. ഇതുപോലത്തെ ചെറിയ തൈകളുള്ള ഒരു കാട്. രണ്ടു വശത്തും ഇതുപോലെ തന്നെ. അങ്ങനെ കുറേ പനമരങ്ങളും ഉണ്ട്. ഈ തമിഴ്നാട്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ പനമരങ്ങൾ കുറേ കൂടുതലാണ്. വന്ന് അങ്ങനെ അവസാനം ഒരിടത്തെത്തി. എവിടുന്ന് അങ്ങോട്ട് വഴിയുമില്ല. നോക്കുമ്പോൾ മൊത്തം കാട് ചുറ്റിലും. അങ്ങനെ വിശന്ന് വലഞ്ഞ് അവസാനം ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി.
കാട്ടുപാതയൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ ആകെയുള്ളത് ഈ ഒരു ഹോട്ടലാണ്, ചെറിയൊരു ഹോട്ടൽ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. கொஞ்சம் போதும். இது மட்டும் போதும். മിക്സ് ആണ്. നോക്കിയാ ഫുള്ള് പച്ചപ്പ്. ഒരു ഭാഗത്ത് വാഴത്തോട്ടം, നെൽകൃഷി. എന്ത് ഭംഗിയുള്ള സ്ഥലം. ഗ്രാമത്തിലെ ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ ജീവിതത്തിൽ കണ്ടാസ്വദിക്കണം ഒരു തവണയെങ്കിലും. കാണേണ്ട കാഴ്ചയല്ല. ഇത് കണ്ടോ, ഒരു വശത്ത് നല്ല പുഴയും മറ്റേ വശം നല്ല പാടം. എന്ത് ഭംഗി കാണാൻ. ഏക്കർ കണക്കിലുള്ള പാടം, ഓരോ കർഷകനെയും വേർപിടിച്ചുണ്ടാക്കിയ കൃഷി. ഞങ്ങൾക്കിത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നാലെയുള്ള ഓരോ കർഷകൻ്റെ അധ്വാനം നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ്. എല്ലാ കർഷകനും ഹാറ്റ്സ് ഓഫ്. അങ്ങനെ പെട്രോൾ പമ്പിനടുത്ത് എത്തി. ഇവിടെ ചോദിച്ച് ടെൻ്റ് ഇടാൻ പറ്റുമെന്നുണ്ട്. അതിന് ഒരു 6 മണി വരേക്കും വെയിറ്റ് ചെയ്യുക. ഒരു 6 മണിക്ക് ശേഷം ഓണർ വരും. ഞാൻ ചോദിച്ച് പറയാമെന്ന് പറഞ്ഞു. പെർമിഷൻ കിട്ടുമോ ഇല്ലെന്നറിയില്ല. അങ്ങനെ നേരത്തെ പെട്രോൾ പമ്പിൽ പെർമിഷൻ കിട്ടിയില്ല, അതുകൊണ്ട് അവിടുന്ന് പോന്നു. അങ്ങനെ ഇപ്പോൾ വേറൊരു പെട്രോൾ പമ്പിലെത്തി. അവിടുത്തെ മാഡമാണ് മാനേജർ. മാഡമിനോട് ചോദിച്ച് ഓക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി എൻ്റെ സൈക്കിളിൻ്റെ മുന്നിലത്തെ ടയർ പഞ്ചറായി. പക്ഷെ എവിടെയും രാത്രി പഞ്ചറിടുന്ന ഷോപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പഞ്ചറിടാൻ കൊണ്ടുവന്നു. ഇവിടെ കാട്ടിനടുവിലായി ഒരു ചെറിയൊരു അമ്പലമുണ്ട്. നോക്കിയാൽ ചുറ്റിലും കാട്. അവിടെ ചെറിയൊരു പാടുണ്ട്. റോഡ് ഇവിടെ അവസാനിക്കും. ഇതിനപ്പുറം റോഡില്ല. ഓക്കെ, ഫുള്ളായിട്ട് മൊത്തത്തിലും കാട്. കാട്ടിനടുവിലൊരു ചെറിയൊരു അമ്പലം. എന്ത് ഭംഗിയല്ലേ, എല്ലായിടത്തും പാടം. ഓക്കെ, നല്ല പാടം, നല്ല കാറ്റും, മനസ്സിനൊരു സമാധാനം.
കാണുന്നുണ്ടോ? എന്നാൽ തന്നെയാണ് ഭൂമി ഇതുപോലത്തെ ഒരു കാഴ്ചകളുണ്ടെങ്കിൽ സ്വർഗത്തിൽ എങ്ങനെ ഉണ്ടാവും? കാണാൻ എന്തൊരു ഭംഗിയാണ്. മാഷാ അല്ലാഹ്. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. അങ്ങനെ കടയിൽ വന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് കഴിക്കാൻ. അവിടെ കഴിക്കാനൊന്നുമില്ല, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ പഴവും ചിക്കി ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് പഴം കഴിക്കാം. വാ. கீழே உளுந்து விட்டது. பரவாயில்ல, அதே எடுங்க. எது உழுந்தது எது? இது வெடிச்சிட்டுல வேண்டாம். சாப்பிட்டேன். അങ്ങനെ അങ്ങാടിയിലെ അമ്മ എനിക്ക് ചോറ് വിളമ്പി തരുവാ, നീ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും വിട്ടില്ല. അങ്ങനെ എനിക്ക് വേണ്ടി ചോറ് വിളമ്പുക. അങ്ങനെ തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് പായസം കിട്ടി, അതും കഴിച്ചു നോക്കാം. അങ്ങനെ അവിടുത്തെ അമ്മ എനിക്ക് ചോറും പരിപ്പ് കറിയും തൈരും വറവും തന്നു. അങ്ങനെ തൊട്ടടുത്ത അമ്പലത്തിൽ നിന്ന് പായസം കിട്ടി. ഇനി നമുക്ക് കഴിക്കാം. നോക്കിയേ, എന്താന്നറിയില്ല, മുഴുവൻ ഇതന്നെ. ഇവിടെ ആരെങ്കിലും കിട്ടിയാൽ ചോദിക്കാമായിരുന്നു എന്താണെന്ന്. ഇവിടെ ആരെയും കാണുന്നില്ല. பாலூர்பட்டினம் நகராட்சி பொதுமக்களுக்கு பேருந்து அறிவிப்பு. பாலூர்பட்டினம் நகராட்சிக்கு 2024 2025 ஆண்டிற்கு செலுத்த வேண்டிய பேர் என்ன? அஸ்ரப். அஸ்ரப். எத்தனாவது படிக்கிறா? 4th. இவன் என் ஃப்ரெண்டு. இதெல்லாம் என் என்னோட பேரு? ஃப்ரெண்டு. உமர் இஷ்பாக். உண்டு? சாலி. ஒரே கிளாஸா நீங்க எல்லாமே? இல்ல இவன் வந்து வேற ஸ்கூல். இவன் பேல்ஸ், நான் கமலாவதி, இவன் கமலாவதி செக்ஷன். ரெண்டு பேரு ஒரே கிளாஸ். அப்படியா? சரி சரி, வரேன். பை. எல்லார்கிட்ட சப்ஸ்கிரைப் பண்ண சொல்லுங்க. சத்தமா சப்ஸ்கிரைப் பண்ண சொல்லுங்க. சப்ஸ்கிரைப் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க. தேங்க்யூ.
ഇന്നലെ രാത്രി 12 മണിക്ക് പോലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലോട്ട് വിളിച്ചു. പക്ഷെ ഞാൻ ആ സമയത്ത് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് മേടിച്ചു തന്നു. രാത്രി പള്ളിയിൽ കിടക്കാനൊക്കെ സൗകര്യം ചെയ്തു തന്നു. അങ്ങനെ മറക്കാനാവാത്ത ഒരു ഓർമ്മയിലായിട്ട് യാത്ര എന്ന ഗ്രാമം എൻ്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു. കാണാം ഇനി മുമ്പോട്ട് അങ്ങോട്ട് പോകുന്നറിയില്ല. ഇൻഷാ അല്ലാഹ് കാണാം. തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിൽ ഇതുപോലത്തെ കുറേ ഫാക്ടറികളുണ്ട്. നിങ്ങൾ ഈ മുകളിൽ ആകാശത്തിൽ കാണുന്നത് മേഘങ്ങളൊന്നുമല്ല, ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയാ. ഓക്കെ, എത്രത്തോളം പുക ഫാക്ടറി പുറപ്പെടുവിക്കുന്നെന്ന് മൊത്തത്തിൽ മേഘങ്ങളെ പോലെ കാണുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഒരു പെട്രോൾ പമ്പിനടുത്തെത്തി. ഇന്ന് രാത്രി ഇവിടെ ടെൻ്റ് ഇടാൻ പെർമിഷൻ ചോദിച്ചു. വീടൊന്നുമില്ല. ഇതുപോലെ ഈ പെട്രോൾ പമ്പിന് മുന്നിൽ ഞാനൊരു കാര്യം കാണുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ ആരെങ്കിലും കിട്ടിയെങ്കിൽ ചോദിച്ചു പറയാമെന്ന്. അതാണ് ഈ സംഭവം. ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അത് ഉപ്പുണ്ടാക്കുന്നതാണ് അത്രേ. ഉപ്പ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവന് പറഞ്ഞ്. ഓക്കെ, എല്ലാവരും ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതുപോലെയാണ് ഉപ്പുണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഉപ്പുണ്ടാക്കുന്ന സ്ഥലം കാണുന്നെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ. ഇതുപോലത്തെ വൈവിധ്യമാർന്ന വീഡിയോസ് ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഉപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അതാണ്. ഓക്കെ, എൻ്റെ പിന്നാലുള്ളതൊക്കെയും ഉപ്പ് മേക്കിംഗ്. എനിക്കിവിടെ ബീഹാറിലെ ഒരു കൂട്ടുകാരനെ കിട്ടി. ഇത് അവിടുത്തെ ഓണർ. അതാ അവനാ. ബീഹാറിലാണ് അത്ര അവൻ്റെ നാട്. അവനോട് ജോലി കയറിയിട്ട് 1 മാസമായതുള്ളത്രേ. ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു തന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എൻ്റെ വക ഇന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞു. हाय गाइस, कैसे हो आप सनी? जहाँ देखो टमनला लाडो तूतुकुड़ी में है, ये घूरने के लिए आया है. हम भी घूरने का मूड कर रहा है. बस है. മനസ്സിലായോ? ഓക്കെ, ഒരു വശത്തല്ല കാണിച്ചു തരാം. നാട്ടിലെ തെങ്ങും പറമ്പ് പോലെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. എല്ലാം പനമരങ്ങൾ.
നാട്ടിൽ തെങ്ങിന് പറമ്പുണ്ടല്ലോ അതേപോലെ തന്നെ കണ്ടാലും തീരാത്തത്ര. അങ്ങനെ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ് ഇവിടെ അവസാനിച്ചു. ഇനി രാമനാഥപുരം ഡിസ്ട്രിക്റ്റ്. ആ കാണുന്ന അപ്പുറത്ത് രാമനാഥപുരം, ഈ ഭാഗത്ത് തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ്, അത് ചെക്ക് പോസ്റ്റ്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. അതുവരെക്കും ബൈ.